ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതെന്താ ഗുഡ് മോർണിംഗ് എന്നല്ലേ? ടൈം നോക്കിക്കേ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണോ? ഉച്ച കഴിഞ്ഞിട്ടല്ല. ഇതാ കുരങ്ങി കുളിച്ച് റെഡിയായി. ഇത് വെളുപ്പാങ്കാലമാണ്. നമ്മൾക്ക് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നില്ലേ? ആ ടൈം തന്നെയാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടാന്നല്ലേ? ഒരു എന്താ പറയുക, മോസ്റ്റ് സ്പെഷ്യൽ മോർണിംഗ്. സോ ഈ ഒരു ഡേക്ക് വേണ്ടി ഞാൻ കുറേ ദിവസം കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ എത്ര ഇട്ട വീഡിയോസിൽ ഈ വീഡിയോസ് ആയിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്, ക്ലോസ് ടു ഹാർട്ട് എന്നൊക്കെ പറയുന്നത്. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി കാണാം. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ക്രീം, മോയ്സ്ചറൈസർ, സൺസ്ക്രീം ഈ ഐറ്റംസ് ഒന്നും ഇടുന്ന ഒരു സ്വഭാവക്കാരിയല്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യും, ഒരു പൊട്ടെടുത്ത് വയ്ക്കും, പിന്നെ ഒരു കരി വരയും. ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നെ ഈ ഒരു കാര്യം ഒന്നും ചെയ്യാൻ വിടില്ല. അവൾ ഓരോ സ്റ്റെപ്പ് അവൾ ചെയ്യുമ്പോൾ ഓരോന്നും കൊണ്ടുവന്ന് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നീയും ചെയ്യ് എന്ന് പറയും. പിന്നെ കൂടെ ചെയ്ത് നല്ല രസമായിരിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്യാനുള്ള മടി. അവളും കൂടെ ഉണ്ടെങ്കിൽ അവൾ എനിക്ക് ചെയ്തു തരും, ഞാൻ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പണ്ടല്ല കേട്ടോ, ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സായിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ അനിയത്തിമാരും ചേച്ചിയും ഉള്ള വീട്ടിലറിയാം, എപ്പോൾ നോക്കിയാലും മട്ടിയായിരിക്കും. എൻ്റെ ഡ്രസ്സ് എടുത്തു, എൻ്റെ കമ്മൽ, പൊട്ട്, ഞാൻ വാങ്ങിച്ചു വെച്ച എൻ്റെ ഫേവറേറ്റ് കീ ചെയിൻ, സംതിങ്, എല്ലാ കാര്യങ്ങൾക്കും അടിയുണ്ടാവും. പക്ഷേ എൻ്റെ മാരേജ് അടുക്കാറായപ്പോൾ ഇവക്ക് ഭയങ്കര ഒരു ചേഞ്ച് ഞാൻ ഫീൽ ചെയ്തേ. എന്ന് വെച്ചാൽ ഇവളെ ഫേവറേറ്റ് സാധനങ്ങൾ ഇവിടെ എനിക്ക് ഷെയർ ചെയ്യും. ഇവളിപ്പോൾ ഒരു സാധനമായിരിക്കും ഇവളെ ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ, എടുത്തോ, നീ എടുത്തിട്ട് പോയിക്കോ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം, ഞാൻ ഇനി ആ സ്ഥലത്ത് പിന്നെയും പോകുമ്പോൾ വാങ്ങിച്ചോളാം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വാങ്ങാം അവളെ കയ്യിൽ നിന്ന്. എന്നാൽ എൻ്റെ ഉള്ളിനുള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇവളിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, ഒരുപാട് മാറിയിട്ടുണ്ട്, അവളുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും എനിക്ക് തരില്ല. അതുപോലെ ഞാനാണെന്ന് തോന്നുന്നു. ഈ ആടിക്കെട്ടിനി അവൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ അവൾ ചോദ്യം തെച്ച് കൊടുക്കാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഗെറ്റടി തീർന്നല്ലേ, പറഞ്ഞു ഇവിടെ പോയി എന്നറിഞ്ഞില്ല. കുഞ്ഞാവ നല്ല ഉറക്കമാണ്. പിന്നെ പാവമല്ലേ, ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി എങ്ങനെ, അതുകൊണ്ട് അങ്ങനെ എടുത്തു. പോകുന്ന വഴിക്കെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും വെളുപ്പാങ്കാലത്ത് എടുത്തിട്ട് പോകുന്നതല്ലേ. നിങ്ങളെങ്ങനെയാണ് ഇതുപോലെ ലോങ് ട്രാവൽ പോകുമ്പോഴേ നേരത്തെ എണീക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ റെഡി ചെയ്യുന്നത്? നൈറ്റ് ഉറങ്ങാൻ കിടക്കുമ്പോഴേ ആ ഡ്രസ്സ് ഇട്ടിട്ട് കിടത്തുവോ, അല്ലെങ്കിൽ മോർണിംഗ് ഞാൻ ചെയ്യുന്ന പോലെ എങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് പോയിട്ട് കുഞ്ഞുണർന്നതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമോ? എന്തായാലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാമല്ലോ. പിന്നെ അത് കാണുന്ന ആൾക്കാർക്ക് ചിലർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി യാത്ര തിരിച്ചു. നോക്കിക്കേ, ഉറങ്ങിക്കിടന്ന് കയ്യിൽ ഉറങ്ങി കിടന്നില്ലേ, ആളെണീറ്റിട്ട് എല്ലാവരും ഒന്ന് നോക്കുകയാണ്. ഇതാരാ എൻ്റെ കൂടെ എന്നെ എടുത്തിട്ട് എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാ സൈഡും പിറക്കുന്നു നോക്കുന്നുണ്ട്. സ്പോട്ടിലെത്തി. ഇനി പറയാം ഈ ട്രാവലിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ വരെയാണ്, ഞങ്ങൾ രണ്ടാളുടെയും അച്ഛൻ വരെയാണ്.
അപ്പോൾ ഇതിൽ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അച്ഛൻ ഇതുവരെ കുഞ്ഞാവെ കണ്ടിട്ടില്ല. എൻ്റെ ഡെലിവറിക്ക് 4 ദിവസത്തിന് മുമ്പ് ലീവ് തീർന്ന് അച്ഛൻ നിന്ന് തിരിച്ചു പോയതാണ്. എണീറ്റാടാ, പക്ഷെ സമയമായില്ല വീത് നമുക്ക്. പാവം എൻ്റെ കുഞ്ഞ് കടന്നോ? അപ്പൂപ്പിനെക്കാണ് എണീറ്റാടാ. അപ്പം എന്താ ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ഡെലിവറിക്ക് 4 ദിവസം മുമ്പ് അച്ഛൻ തിരിച്ചു പോയി, ലീവില്ലാതെ. ലീവ് കിട്ടിയെന്ന് ട്രൈ ചെയ്തു, കിട്ടിയില്ല. പിന്നെ അതൊരു ഡ്യൂ ഡേറ്റും അല്ലായിരുന്നു. അന്ന് ജസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ BP കൂടി അങ്ങനെ പെട്ടെന്ന് ഡെലിവറി നടത്തിയതായിരുന്നു. അങ്ങനെ അച്ഛൻ കണ്ടിട്ടില്ല. വീഡിയോ കോളിലായിരുന്നു ഇത്രയും 9 മന്തും അച്ഛൻ വാവയെ കണ്ടത്. വീഡിയോ ആരൊക്കെ ഞാൻ വന്ന് ഇപ്പുറത്ത് വാ, ഫ്ലാഷ് മൊത്തടിക്കുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് വാവയെ അച്ഛൻ കാണുമ്പോൾ. അച്ഛൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, പിന്നെ ഇവൻ ഇത്രയും ദിവസം ഫോണിലാണ് കണ്ടിട്ടിരുന്നത്. അപ്പോൾ വാവയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എൻ്റെ അച്ഛനെ കാണുമ്പോൾ എന്നുള്ള ഒരു എനിക്ക് എന്ത് പറയാനായിട്ട് വാക്കുകളിൽ എങ്ങനെ പറയണമെന്ന്, അത്രയ്ക്ക് ഹാപ്പിനെസ്, അത്രയ്ക്ക് സോ ഹാപ്പി, ഹാർട്ട്ഫുൾ, സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെയൊക്കെ മുടിയിരിക്കുന്നു നോക്ക്. എന്തെങ്കിലും റെമഡി കണ്ടുപിടിക്കണം. നിനക്ക് എന്തുകൂടി പാൻറ് മറന്നുപോയി. ഇത് അമ്മ ഞാനാണ് അവളാണെന്ന് എനിക്ക് ഡൗട്ട്. ഫോട്ടോ ഇങ്ങനെ എടുത്തേക്കും. തരാം മോൻ പറ്റുന്നു മലയാളം തലവരി ഇങ്ങനെ പറയുന്നത് ഫോർമാറ്റ്. നേരെ കണ്ടില്ലേ? അയ്യോ പോട്ടെ എന്താ സംസാരിച്ചോണ്ടേ ഇരിക്കുന്ന എന്നാ തന്നെ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ആയി. ആരുടെ തിരിച്ചു ഫോണിലല്ലേ കണ്ടിട്ടുള്ളത്. ഇതെന്നോളൂ തപ്പി ഇരിക്കണ. ഓ മറിക്ക് അതാണ്ടാ നേരെ പോകും. ഇത് വേറെ ഈ സൈഡിൽ കൂടെ പോകും. ഇതൊരു അറിയത്തില്ല എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ചു പോവാൻ. വെള്ളം കുടിച്ചു കൊറേ നേരമായി. വെള്ളം വെള്ളം കുടിച്ച രണ്ട് പല്ല് വന്നിരിക്കുന്ന ചോറ് കൊടുക്കാൻ കായ് ചിക്കൻ കാല് കടിച്ചു വലിക്കാനുള്ള പല്ല്. ഫ്രണ്ട് പല്ല്. മീൻ തിന്നണം, ചോറ് ഉണ്ണണം. മീൻ തിന്നണം, ചോറ് ഉണ്ണണം.
ഇല്ല. കൊടുത്തു, നേരത്തെ കൊടുത്തു. അതെന്നെ പറഞ്ഞേ. ഒരു കുഞ്ഞമ്മക്ക് തരുമോ? ഇനി തീർന്നു. നമ്മൾ ഇറങ്ങാം അങ്ങനെയെങ്കിൽ. എടാ എത്തിയടാ. ആ ചഞ്ചക്കൻ 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 പാട്ട് നിർത്തി. ആ ചഞ്ചക്കൻ ചഞ്ചക്ക ചഞ്ചക്കൻ ചഞ്ചക്ക ഇവിടെയാണ്. മുഖത്ത്